ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ, സംസ്ഥാന വരണാധികാരിയും കേന്ദ്രമന്ത്രിയുമായ പ്രഹ്ലാദ് ജോഷി ഔദ്യോഗിക പ്രഖ്യാപനം നടത്തി. പ്രകാശ് ജാവദേക്കർ, കെ. സുരേന്ദ്രൻ എന്നിവരും വേദിയിൽ. വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നു. വിഷ്ണു, ബി.ജെ.പിക്ക് പുതിയ മുഖമായിരിക്കുന്നു. സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖറിനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. വിവരങ്ങൾ. രാജീവ് ചന്ദ്രശേഖറിനെ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനായി തെരഞ്ഞെടുത്തിട്ടുണ്ട്. പ്രഹ്ലാദ് ജോഷിയാണ് തെരഞ്ഞെടുപ്പ് വിവരം പ്രഖ്യാപിച്ചത്. അതായത് കഴിഞ്ഞ ദിവസം തന്നെ അദ്ദേഹത്തിന് നോമിനിയായി നൽകിയപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ പേര് പുറത്തു വന്നിരുന്നു. അതായത് സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖറിനെ നിലവിൽ കൊണ്ടുവരിക എന്നുള്ള കാര്യം. അതായത് ഐക്യകണ്ഠേനയാണ് അദ്ദേഹത്തെ സംസ്ഥാന അധ്യക്ഷനായി തെരഞ്ഞെടുത്തത്. ഏതായാലും അതോടൊപ്പം തന്നെ ഈ മുൻ അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ അടക്കം കൃത്യമായി അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത്, അതായത് കഴിഞ്ഞ 5 വർഷവും അദ്ദേഹം കെ. സുരേന്ദ്രൻ പ്രവർത്തിച്ചത് വലിയ ശക്തമായ ഒരു നേതൃത്വത്തിന് മുന്നിൽ തന്നെയാണ്. അത് ഇനിയുള്ള കാലം രാജീവ് ചന്ദ്രശേഖർ ഭംഗിയായി നിർവഹിക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. അതുപോലെ തന്നെ ഒരു നേതാക്കൾക്കും എതിരഭിപ്രായമില്ലാതെ തന്നെയാണ് രാജീവ് ചന്ദ്രശേഖരനെ ആ സ്ഥാനത്തേക്ക് എത്തിച്ചത്. ഏതായാലും അതോടൊപ്പം തന്നെ ഈ ലോക്സഭ തെരഞ്ഞെടുപ്പിൽ അതടക്കം വൻ നേട്ടം കൊയ്ത ഒരു നേതാവായി തന്നെയാണ് രാജീവ് ചന്ദ്രശേഖരനെ കണക്കാക്കുന്നത്. ശശി തരൂരുമായുള്ള മത്സരത്തിൽ അവസാന നിമിഷം വരെ ശക്തമായ പോരാട്ടം കാഴ്ചവെച്ചതിന് കൂടുതൽ വോട്ട് വിഹിതം നേടിയതാണ് ഒരു നേട്ടമായി തന്നെയാണ് ബി.ജെ.പി. കണക്കാക്കുന്നത്. ഏതായാലും ഇതെല്ലാം ഈ ഒരു നേട്ടങ്ങളെ ഇനി വരും ദിവസങ്ങളിൽ ബി.ജെ.പിക്ക് വലിയ മുതൽക്കൂട്ടായി മാറുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ബി.ജെ.പി. സംസ്ഥാന നേതൃത്വത്തിനും അതോടൊപ്പം ദേശീയ നേതൃത്വത്തിനും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള കാലഘട്ടത്തിൽ വലിയ മുന്നേറ്റം കൈവരിക്കാനായി രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. അതേസമയം തന്നെ മറ്റൊരു കാര്യം, ഈ ആശാവർക്കറുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പോലും ഈ ബി.ജെ.പി. ഈ പ്രതിനിധി സമ്മേളനത്തിൽ ചർച്ചയായിട്ടുണ്ട്. ഏതായാലും കേന്ദ്രത്തിനെതിരെ വലിയ വിമർശനം ഉന്നയിക്കുമ്പോൾ പോലും സംസ്ഥാനം അത് പണം കൈപ്പറ്റിയിട്ട് അതിന് ഒരു ധനകാര്യ മാനേജ്മെന്റ് നേരായ രീതിയിൽ പോകുന്നില്ല എന്നുള്ള വിമർശനം ഉണ്ടായിട്ടുണ്ട്. ഏതായാലും രാജീവ് ചന്ദ്രശേഖർ നേതൃത്വത്തിൽ വരുമ്പോൾ തന്നെ ബി.ജെ.പിക്ക് വീണ്ടും കൂടുതൽ മുന്നേറ്റം ഉണ്ടാകുമെന്നുള്ള സാധ്യത പ്രവചിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കേരളത്തിന്റെ വികസനത്തെക്കുറിച്ച് അദ്ദേഹത്തിന് കാര്യമായ ധാരണയുണ്ടെന്നും വികസനത്തെക്കുറിച്ച് കൃത്യമായ ഒരു ബോധമുള്ള വ്യക്തിയാണെന്നും പാർട്ടി നേതൃത്വം പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ പാർട്ടിയുടെ ദേശീയ ചുമതലയിലേക്ക് 30 അംഗങ്ങളെ തെരഞ്ഞെടുത്തു. എല്ലാവരെയും തെരഞ്ഞെടുക്കുന്ന സാഹചര്യമാണ്. കെ. സുരേന്ദ്രൻ, സുരേഷ് ഗോപി, ജോർജ് കുര്യൻ, ടി.കെ. കൃഷ്ണദാസ്, ഒ. രാജഗോപാൽ, എം.ജി. രമേശ്, അനിൽ ആന്റണി, ശോഭാ സുരേന്ദ്രൻ, പി.സി. ജോർജ്, പി. രാഘവൻ, കുമ്മനം രാജശേഖരൻ അടക്കമുള്ള നിരവധി നേതാക്കളെ ദേശീയ നേതൃത്വത്തിലേക്ക് തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഏതായാലും വലിയൊരു മാറ്റത്തിന്റെ തുടക്കമാണ് ബി.ജെ.പി. പ്രതീക്ഷിക്കുന്നത്. അത് മുന്നോട്ടുള്ള കാലഘട്ടത്തിൽ അറിയാൻ സാധിക്കുമെന്നും വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും ശക്തമായ ഒരു ബി.ജെ.പിയുടെ വളർച്ചയ്ക്കുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് ഈ സംസ്ഥാന പ്രതിനിധി സമ്മേളനത്തിലൂടെ ഉദ്ദേശിക്കുന്നതെന്നും പാർട്ടി നേതൃത്വം അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ കേരളത്തിൽ ബി.ജെ.പി. 20% വോട്ടിൽ എത്തിക്കാൻ സാധിച്ചതിൽ അഭിമാനമുണ്ട് എന്നതടക്കമുള്ള പ്രസ്താവന പറയുന്നു. ഈ പ്രഹ്ലാദ് ജോഷിയാണ് ഇത്തരത്തിലൊരു അഭിമാനമുണ്ട് എന്നതടക്കമുള്ള കാര്യത്തിലേക്ക് എത്തിയത്. അതോടൊപ്പം തന്നെ 10 വർഷത്തിനിടയിൽ കേരളത്തിൽ ബി.ജെ.പിക്ക് അത്ഭുത വളർച്ചയുണ്ടായി, കേരളം ബാലി കേറാ മലയല്ലെന്ന് തെളിഞ്ഞെന്നും കെ. സുരേന്ദ്രൻ പറയുന്നു. തീർച്ചയായിട്ടും കെ. സുരേന്ദ്രൻ അത്തരത്തിലുള്ള മറുപടി പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. അതായത് ഈ കേരളത്തിൽ വാളയാറിന് ഇപ്പുറം കേരളത്തിൽ ബി.ജെ.പിക്ക് വളർച്ച ഉണ്ടാകില്ല എന്നുള്ളൊരു പ്രതികരണം നേരത്തെ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അതല്ല സ്ഥിതി. കഴിഞ്ഞ 10 വർഷം കൊണ്ട് തന്നെ ബി.ജെ.പി. വലിയ നേട്ടം കൈവരിച്ചു എന്നാണ് കെ. സുരേന്ദ്രൻ മറുപടി നൽകുന്നത്. ഏതായാലും ഇനിയും വരുന്ന സമയങ്ങളിൽ ബി.ജെ.പി. ഭരണം പിടിച്ചെടുക്കണമെന്നും ആ കാലഘട്ടത്തിൽ രാജീവ് ചന്ദ്രശേഖർ ഈ നേതൃസ്ഥാനത്ത് ഉണ്ടായിരിക്കട്ടെ എന്നുള്ള ആശംസകൾ അദ്ദേഹം നേരിട്ടിരുന്നു. ഇത് കണക്കാക്കുമ്പോൾ തന്നെ ബി.ജെ.പിക്ക് ഇനി വരുന്ന കാലങ്ങളിൽ വലിയ മുന്നേറ്റം ഉണ്ടാകുമെന്നും സംസ്ഥാനത്ത് ഭരണസ്ഥാനത്ത് വരെ വരാൻ സാധ്യത കൂടുതലാണെന്നുള്ള പ്രതീക്ഷയാണ് ഇവിടെ മുന്നോട്ട് വയ്ക്കുന്നത്. അതേസമയം തന്നെ സി.പി.എമ്മിനെതിരെ ശക്തമായ വിമർശനവും ഈ പ്രതിനിധി സമ്മേളനത്തിൽ ഉയർന്നു വന്നിരുന്നു. ഏതായാലും ബി.ജെ.പി. ഓരോ ഘട്ടത്തിലും വളരുകയാണെന്നും മാത്രമല്ല അതോടൊപ്പം തന്നെ മറ്റ് മതത്തിലുള്ള ആളുകളെ, അതായത് ഹിന്ദു മതത്തിന്റെ പേരിലാണ് ബി.ജെ.പി. ആക്ഷേപിക്കപ്പെടുന്നത്. എന്നാൽ അങ്ങനെയല്ല, മറ്റു മതത്തിലുള്ള ആളുകളെയും അതോടൊപ്പം തന്നെ പട്ടികജാതി വിഭാഗത്തിലുള്ളവരെയും അവരുടെ ഉന്നമനത്തിനായി ശക്തമായി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് ബി.ജെ.പി. എന്നുള്ളൊരു അഭിപ്രായവും ഇന്ന് ഉയർന്നിട്ടുണ്ട്. ഏതായാലും ഇനി മുന്നോട്ടുള്ള വളർച്ചയിൽ ബി.ജെ.പിയിൽ എല്ലാ ആളുകളെയും ഒന്നിച്ചു ചേർത്ത് നിർത്തുക എന്നുള്ള ലക്ഷ്യമാണ് ഉള്ളതാണെന്ന് വ്യക്തമാക്കുന്നുണ്ട്. ഇനി ബി.ജെ.പിയുടെ വലിയ പദ്ധതികളിലൊന്നാണ് സംസ്ഥാനത്ത് ഭരണം ശക്തമായി ഏറ്റെടുക്കുക എന്നുള്ളത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ
മുന്നോട്ടുണ്ടാകുന്ന ദിവസങ്ങളിൽ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയോടെ തന്നെയാണ് രാജീവ് ചന്ദ്രശേഖരന് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം നൽകുന്നത്. വിഷ്ണു, കെ സുരേന്ദ്രൻ, സുരേഷ് ഗോപി, ജോർജ് കുര്യൻ, പി കെ കൃഷ്ണദാസ് എന്നിവരടക്കം, ശോഭാ സുരേന്ദ്രൻ അടക്കം പാർട്ടിയുടെ ദേശീയ ചുമതലയ്ക്ക് 30 അംഗങ്ങളോളം തെരഞ്ഞെടുത്തു അല്ലേ? അത് പാർട്ടിയുടെ ദേശീയ സമിതിയിൽ 30 അംഗങ്ങളെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. പ്രധാനപ്പെട്ട കേരളത്തിൽ നിന്നുള്ള എല്ലാ നേതാക്കളും ഈ 30 അംഗങ്ങളായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. കേരളത്തിൽ നിന്നുള്ള ഈ 30 അംഗങ്ങൾ സംസ്ഥാനത്ത് മാത്രമല്ല ദേശീയ തലത്തിലും വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റവും പ്രവർത്തനവും കാഴ്ചവെക്കുന്നുള്ള പ്രതീക്ഷ ഏതായാലും ഉണ്ട്. അത്തരത്തിലുള്ള ഒരു പ്രതീക്ഷയോടെ തന്നെയാണ് പാർട്ടി നേതൃത്വം ഇവരെ പരിഗണിക്കുന്നത്. ഇപ്പോൾ 30 അംഗങ്ങൾ തെരഞ്ഞെടുത്തവരും ഈ പ്രതിനിധി സമ്മേളനത്തിലൂടെയാണ് പുറത്തറിയിച്ചിരിക്കുന്നത്. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ, സംസ്ഥാന വരണാധികാരിയും കേന്ദ്രമന്ത്രിയുമായ പ്രഹ്ലാദ് ജോഷി ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. പ്രകാശ് ജാവദേക്കർ, കെ സുരേന്ദ്രൻ എന്നിവരും വേദിയിൽ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. വിഷ്ണു കരുണാകരൻ.